ഒരു പ്രദേശത്തെ 90% ആളുകളും ഒരു പാർട്ടിക്ക് എതിരാണ്. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ 100-ൽ 97 പേരും വോട്ട് ചെയ്തത് അതേ പാർട്ടിക്ക്. കേൾക്കുമ്പോൾ ഭ്രാന്തായിട്ട് തോന്നാം. പക്ഷേ ഇതൊരൊറ്റ ബൂത്തിലെ മാത്രം കഥയല്ല. 2026-ൽ ബംഗാളിൽ കൃത്യമായി നടന്ന കാര്യമാണ്. ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്തിട്ടില്ല, പിന്നെ ഞങ്ങളുടെ വോട്ട് എവിടെ പോയി? ബംഗാളിലെ തെരുവിൽ നിന്ന് സാധാരണക്കാരായ മനുഷ്യർ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുന്ന ചോദ്യമാണിത്. വെറും 5 വോട്ടും 1 വോട്ടുമൊക്കെ പ്രതിപക്ഷത്തിന് കിട്ടിയ ഒരു ബൂത്തിന്റെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ആൾട്ട് ന്യൂസ് പുറത്തുവിട്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? EVM മെഷീൻ മാറ്റിമറിച്ചതാണോ, അതോ ജനാധിപത്യത്തെ വെറും പ്രഹസനമാക്കുകയാണോ? നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, 2026 ഏപ്രിൽ 29-നാണ് ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട പോളിംഗ് നടക്കുന്നത്. 2 ഘട്ടങ്ങളിലായിരുന്നു അവിടെ വോട്ടെടുപ്പ്. അതിൽ രാജർഹട്ട് ന്യൂ ടൗണിലെ 164-ാം നമ്പർ ബൂത്ത്. ഈ ഒരൊറ്റ ബൂത്തിലെ കണക്കുകൾ മാത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാകും. ഈ 164-ാം നമ്പർ ബൂത്തിലെ വോട്ടർമാരുടെ എണ്ണം എടുത്തു നോക്കിയാൽ അതിൽ 88% മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അതായത് ഭൂരിപക്ഷവും മുസ്ലിം വോട്ടർമാർ മാത്രമുള്ള ഒരു പ്രദേശം. മെയ് 4-ന് അവിടെ റിസൾട്ട് വന്നു. ബംഗാളിൽ BJP അധികാരത്തിലെത്തി. അതൊക്കെ ശരി. പക്ഷേ ഈ പറയുന്ന 164-ാം നമ്പർ ബൂത്തിലെ ഫലം എന്തായിരുന്നു? അവിടെ പോൾ ചെയ്ത വോട്ടിന്റെ 97% ലഭിച്ചിരിക്കുന്നത് BJPക്കാണ്. തൃണമൂൽ കോൺഗ്രസിന് ആകെ കിട്ടിയത് വെറും 5 വോട്ട്. CPMന് കിട്ടിയത് ഒരൊറ്റ വോട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 90%-ഓളം മുസ്ലിം വോട്ടർമാരുള്ള ഒരു ബൂത്തിൽ വോട്ട് ചെയ്തവരിൽ 97% ആളുകളും BJPക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ബംഗാളിലെ മുസ്ലിങ്ങൾ കൂട്ടത്തോടെ പോയി സംഘപരിവാറിന് വോട്ട് ചെയ്യുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പോഴിതാ ആൾട്ട് ന്യൂസ് ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ പുറത്തുവിട്ടിരിക്കുകയാണ്. രാജ്യത്ത് സംഘപരിവാർ പടച്ചുവിടുന്ന വ്യാജ വാർത്തകളെയൊക്കെ പൊളിച്ചെടുക്കുന്ന മുഹമ്മദ് സുബൈറിന്റെ നേതൃത്വത്തിലുള്ള ആൾട്ട് ന്യൂസ്. ഇതിന്റെ സ്ഥാപകനായ മുഹമ്മദ് സുബൈറിനെ അനധികൃതമായി ജയിലിലടയ്ക്കുക വരെ ചെയ്തിട്ടുള്ളതാണ് ഈ മോദി സർക്കാർ. അവർ ഈ 164-ാം ബൂത്തിലെ വോട്ടർമാരെ നേരിട്ട് കണ്ട് സംസാരിച്ച ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങി പരസ്യമായി ചോദിക്കുകയാണ്, ഞങ്ങളുടെ വോട്ട് എവിടെ പോയി? അവർ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾ ആരും BJPക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ വോട്ട് ചെയ്യാത്ത BJPക്ക് എങ്ങനെയാണ് അവിടെ 97% വോട്ട് കിട്ടിയത്? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്കൽ കൃത്യമായ മറുപടി ഉണ്ടോ? ഇല്ല. സത്യത്തിൽ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കേണ്ടിയിരുന്നത്. ആ 97% വോട്ട് തൃണമൂലിനോ മറ്റു പാർട്ടിക്കോ കിട്ടേണ്ടതായിരുന്നു. BJPക്ക് അവിടെ 1-2 വോട്ട് കിട്ടിയാലായി. പക്ഷേ ഫലം വന്നപ്പോൾ എല്ലാം തലകീഴായി മറിഞ്ഞു. ഇത് ബംഗാളിലെ മാത്രം കഥയല്ല. കഴിഞ്ഞ 12 വർഷമായി, അതായത് നരേന്ദ്രമോദി ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിച്ചുകൊണ്ടാണ് അവർ അധികാരം നിലനിർത്തുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ബീഹാറിലും ഡൽഹിയിലും മഹാരാഷ്ട്രയിലും എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ പോലും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ കണക്കുകൾ രാഹുൽ ഗാന്ധി നമ്മുടെ മുന്നിൽ വെച്ചതാണ്. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? വളരെ കൃത്യമായ PR വർക്കുകൾ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് വലിയ തരംഗമുണ്ടെന്ന് വരുത്തി തീർക്കും. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി വിജയൻ 3ാമതും അധികാരത്തിൽ വരുമെന്ന് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ എത്രമാത്രം വിളിച്ചു പറഞ്ഞു. പ്രീപോൾ സർവേകളും എക്സിറ്റ് പോളുകളും ഒക്കെ UDFനും LDFനും ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ നേരിയ മുൻതൂക്കം എന്നൊക്കെയാണ് കാണിച്ചത്. പക്ഷേ യഥാർത്ഥ റിസൾട്ട് വന്നപ്പോൾ മിന്നും വിജയത്തോടെ UDF അല്ലേ അധികാരത്തിൽ വന്നത്? ഇതുപോലെ രാജ്യവ്യാപകമായി വലിയ PR നടത്തി ജനങ്ങളുടെ കണ്ണ് കെട്ടുകയാണ്. നിങ്ങൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു അട്ടിമറി നടക്കാത്തത് എന്ന്. കാരണം വളരെ ലളിതമാണ്.
കേരളത്തിൽ ഇതുപോലെ ഒരു അട്ടിമറി നടത്തിയാൽ അവിടുത്തെ ജനങ്ങൾ അത് പെട്ടെന്ന് മനസ്സിലാക്കും. അതോടെ BJPയുടെ കളി ഇവിടെ തീരും. മാത്രമല്ല BJPയെ സംബന്ധിച്ചിടത്തോളം അധികാരം പിടിക്കാൻ കേരളം വേണമെന്ന നിർബന്ധമൊന്നും അവർക്കില്ല. അവർക്ക് ഹരിയാന, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഒറീസ, അസം, മണിപ്പൂർ, ഇപ്പോഴിതാ ബംഗാൾ, ഇവിടെ നിന്നൊക്കെയുള്ള സീറ്റുകൾ മാത്രം മതി അധികാരം ഉറപ്പിക്കാൻ. അതുകൊണ്ട് വളരെ പ്ലാനിങ്ങോട് കൂടിയാണ്, പിടിക്കപ്പെടാത്ത രീതിയിലാണ് ഈ അട്ടിമറികൾ അവർ നടത്തുന്നത്. നമ്മളൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഈ ജനാധിപത്യം, തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് ജനങ്ങളുടെ ഒരു വലിയ ഉത്സവമാണ്, നമ്മുടെയൊക്കെ അവകാശമാണ് എന്നാണ്. എന്നാൽ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ല. നമ്മളെ കൃത്യമായി പൊട്ടന്മാരാക്കുന്ന ഒരു ഉത്സവമായി ഈ തെരഞ്ഞെടുപ്പുകൾ മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ EVM മെഷീനുകൾ കൃത്യമായി ഹാക്ക് ചെയ്യപ്പെടുകയാണോ എന്ന് ആർക്കായാലും തോന്നിപ്പോകും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് ഇതൊക്കെ ചോദിക്കേണ്ടത്. നമ്മൾ ബീഹാറിൽ കണ്ട കാഴ്ച ഓർമ്മയുണ്ടോ? വോട്ടെടുപ്പ് കഴിഞ്ഞ് EVM മെഷീനുകളൊക്കെ സ്ട്രോങ് റൂമിൽ വെച്ച് പൂട്ടി സീൽ ചെയ്തതാണ്. പക്ഷേ നട്ടപ്പാതിരയ്ക്ക് മറ്റൊരു വാഹനത്തിൽ വേറെ മെഷീനുകൾ അങ്ങോട്ട് വരുന്നു. അവിടുത്തെ മെഷീനുകൾ മാറ്റിക്കൊണ്ടുപോകുന്നു. ഇങ്ങനെയൊക്കെ പരസ്യമായി നടക്കുമ്പോൾ പിന്നെ എന്ത് ജനാധിപത്യമാണ് ഇവിടെയുള്ളത്? ബംഗാളിൽ ഇലക്ഷൻ നടന്ന സമയത്ത് അമിത്ഷായും നരേന്ദ്രമോദിയും അവിടെ തന്നെയായിരുന്നു താമസം. ഈ അട്ടിമറി കൃത്യമായി നടപ്പാക്കാൻ വേണ്ടിയായിരുന്നു ആ നേരിട്ടുള്ള മേൽനോട്ടം. വോട്ടെണ്ണൽ ദിവസം വൈകുന്നേരം തൃണമൂൽ സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് പ്രഖ്യാപിച്ചയിടത്ത് പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ BJP സ്ഥാനാർത്ഥി ജയിച്ചതായി മാറുന്ന അത്ഭുതവും നമ്മൾ ബംഗാളിൽ കണ്ടു. ഇത്തരം ചർച്ചകൾ ജനങ്ങൾക്കിടയിൽ വരാതിരിക്കാൻ വേണ്ടി അവർ അടുത്ത പണി ഇറക്കും. അധികാരം കിട്ടിയ ഉടനെ ജനങ്ങളെ 2 ചേരിയിലാക്കി വിഭജിക്കും, തമ്മിലടുപ്പിക്കും. ഈ കഴിഞ്ഞ ബക്രീദ് നാളുകളിൽ ബംഗാളിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ അവിടുത്തെ മുഖ്യമന്ത്രിയും സർക്കാരും എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? കാരണം അവിടെ ക്രമസമാധാന പ്രശ്നങ്ങളും ഭയവും നിരന്തരം ഉണ്ടായാൽ മാത്രമേ ഇത്തരം വോട്ട് അട്ടിമറികളെ കുറിച്ചുള്ള ചർച്ചകൾ ജനങ്ങൾ മറന്നുപോകൂ. ഈ കോർപ്പറേറ്റുകൾ എന്തിനാണ് സംഘപരിവാറിന് കോടിക്കണക്കിന് രൂപ ഒഴുക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അവർക്ക് തിരിച്ചു കിട്ടുന്നത് രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വത്തുക്കളും ഭൂമിയും ഒക്കെയാണ്. അസമിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ബംഗാളിലും ഒക്കെ രാജ്യത്തിന്റെ സ്വത്തുക്കൾ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ കോർപ്പറേറ്റുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സർക്കാർ ജനങ്ങളെ തമ്മിലടുപ്പിച്ച് തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിച്ച് അധികാരം നിലനിർത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ അവസ്ഥ തുടർന്നാൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാവി എന്താകുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.